ശരീരത്തിലെ ഓരോ കോശവും ഒരു പ്രത്യേക ഫിക്സ്ഡ് ടൈം ഉണ്ട്. ഒരു കോശം ഡിവൈഡ് ചെയ്ത് രണ്ടാവാണ്. അപ്പോൾ ടൈമിലുപരി അതിനൊരു കൺട്രോളും ഉണ്ട്. ഒരു കോശം എത്ര സമയം എത്ര കൂടുമ്പോൾ ഡിവൈഡ് ചെയ്യണം, എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം. ഈ കൺട്രോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു നിയന്ത്രണമില്ലാതെ പെറ്റുപെരുകുന്ന രീതിയിൽ ക്യാൻസറിന്റെ കോശങ്ങൾ വളരുന്നതാണ്. അതുകൊണ്ട് മിക്കവാറും കേശങ്ങളിലൊക്കെ ക്യാൻസറിലൊക്കെ തടിപ്പുകൾ അത് ബേസിക് ജനിതകപരമായ അല്ലെങ്കിൽ ഒരു DNA അല്ലെങ്കിൽ ജീനിൽ ഉണ്ടാവുന്ന പല കാരണങ്ങൾ കൊണ്ടുള്ള ജീനുകളിൽ ഉണ്ടാവുന്ന മാറ്റം കൊണ്ട് നമുക്ക് കൺട്രോൾ സ്റ്റോപ്പ് ആവും. അപ്പോൾ ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇതൊരു ജനറ്റിക് ക്യാൻസർ ആണോ? ജനറ്റിക് ബേസിക്കലി ഒരു 5 മുതൽ 10% മാത്രമാണ് ജനിതകമുള്ളത്. പക്ഷേ ഒരു DNA കൺട്രോൾ അല്ലെങ്കിൽ ജീനിലുള്ള കൺട്രോൾ അല്ലാതെ തന്നെ റേഡിയേഷൻ കാരണം, ഭക്ഷണത്തിലുള്ള വെസ്റ്റേണൈസേഷൻ കാരണം, നമ്മൾ കൂടുതൽ നടക്കാത്തത് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാത്ത, ഇങ്ങനെയുള്ള പല കാരണങ്ങളാൽ ജീനിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ക്യാൻസർ ബേസിക്കലി ഉണ്ടാവുന്നത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.